എല്ലാവർക്കും നമസ്കാരം. The journey to success is hard work, dedication and determination. കഠിനാധ്വാനവും ശുഭാപ്തി വിശ്വാസവുമാണ് വിജയത്തിലേക്കുള്ള നേർവഴി. സംഗീതവും സന്തോഷവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് 8 ബ്രില്യൻറ്റ് കണ്ടസ്റ്റൻസ് ആണ്. സൂപ്പർ സ്റ്റാറിന്റെ പല വേദികളും കടന്നെത്തിയ ഈ ഗ്രാൻഡ് ഫിനാലയിൽ ഈ 8 കണ്ടസ്റ്റൻസ് നമുക്ക് കാണാം. And now we're going to witness the start of a brand new segment and journey. So before that, let me welcome on to the show our regular panel of judges. Welcoming them once again to the show. And nammalde ee show inde backbone aaya nammalde orchestra team aaya X band. Welcome. Superstar inde ee final stage il 3 important segments aanullathu. First segment, അവാർഡ് വിന്നിംഗ് സോങ്സിലെ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത സോങ്സ് ആണ് പാടാൻ പോണത് നമ്മുടെ കണ്ടസ്റ്റൻസ്. രണ്ടാമത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ AR റഹ്മാന്റെ മെലോഡി സോങ്സ് ആണ്. ആൻഡ് മൂന്നാമത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് 80s and 90s ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് നമ്മുടെ കണ്ടസ്റ്റൻസ് ഇന്ന് നമുക്ക് വേണ്ടി പാടാൻ പോണത്. ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ സെമി ഫൈനൽസിലെ ഗ്രാൻഡ് ഫിനാലെ സെമി ഫൈനൽസ് ഫെയർവെൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലത്തെ 8 കണ്ടസ്റ്റൻസിനെ നമ്മൾ ഫെയർവെൽ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് 8 കണ്ടസ്റ്റൻസ് ഗ്രാൻഡ് ഫിനാലേക്ക് പോകാൻ പോണതാണ്. ആൻഡ് ഈ സൂപ്പർ സ്റ്റാറിന്റെ ഈ സെഗ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് സോങ് പാടാൻ പോണത് മലയാളത്തിലെ സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. ഞാൻ ഏതാണെന്ന് പറയാൻ പോണില്ല. അതിന് മുന്നേ ലെറ്റ് മീ വെൽക്കം ഓൺ സ്റ്റേജ് ഫേവറേറ്റ് സിംഗറായ ശ്രീരാജ്. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിലോലിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു, കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു, ക്ഷണിക്കുന്നു, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, മന്മനോവീണയിൽ നീ ശ്രുതി ചേർത്തൊരു
തന്ത്രിയിലാകവേ തുരുമ്പു വന്നോ മന്മനോവീണയിൽ നീ ശ്രുതി ചേർത്തൊരു തന്ത്രിയിലാകവേ തുരുമ്പു വന്നോ തലയിൽ അണിയിച്ച രത്നകിരീടം തലയിൽ അണിയിച്ച രത്നകിരീടം തറയിൽ വീണിന്നു തകരുന്നു തറയിൽ വീണിന്നു തകരുന്നു കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ പരവാടി കനവേണി വരുമോ നീ വരുമോ മധുര മധുരമാദർശനലഹരി തരുമോ നീ തരുമോ മന്ദിരമിരുളുന്നു ദേവി തന്ത്രികൾ തകരുന്നു ദേവി തന്ത്രികൾ തകരുന്നു. ശ്രീരാജ്, ചേച്ചി നല്ല പാട്ടാണ്. 1971 യേശുദാസ് സാറിന് ഏറ്റവും ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിന് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിട്ട് ഹൗ ഡു യു ഫീൽ? കുഴപ്പമില്ല, വലിയ തെറ്റൊന്നും ഇല്ലാതെ പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അല്ലെ, ഈ ഒരു പാട്ട് പാടാൻ എത്രമാത്രം പ്രാക്ടീസ് ഉണ്ടായിരുന്നു? ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തു, നേരത്തെ പാടിയിട്ടുള്ള ഒരു പാട്ടാണത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ജഡ്ജസിന് എന്താ പറയാനുള്ളത്. ആദ്യമായിട്ട് ശരത് സർ. ശ്രീരാജ് സർ, എങ്ങനെ എന്താ പറഞ്ഞ എന്ത് തോന്നിയെന്ന്? തെറ്റൊന്നും കൂടാതെ പാടിയെന്നോ? അങ്ങനെയല്ല, പിന്നെ വലിയ തെറ്റൊന്നുമില്ല, അത്ര വലിയ തെറ്റൊന്നും ഇല്ലാതെ പാടിയെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് വലിയ തെറ്റെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശ്രീരാജ്? അല്ല, ഒരുപാട് തെറ്റൊന്നും ഇല്ല എന്ന്. നന്നായിട്ട് പാടി ശ്രീരാജ്, നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് കുറേ ഇഷ്ടമായി. അല്ല, പിന്നെ നമ്മളെപ്പറ്റി നമുക്കൊരു ധാരണ വേണം. ബോറായിട്ട് പാടിയിട്ട് നന്നായിട്ട് പാടി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുള്ള ഒരു സമയത്താണ് ശ്രീരാജ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും നമുക്കൊരു സെൽഫായിട്ട് നന്നായിട്ട് പാടി അതിൻ്റെ സെൽഫി എടുക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണം നമ്മൾ പാടിയതിൽ എന്താണെന്നുള്ളത്. നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ എന്താണ് ശ്രീരാജിന് പ്രധാനമായിട്ട് തോന്നിയ ഒരു കുഴപ്പം? സംഗതിയൊക്കെ മരണ വഴിക്ക് പോയോ? അതൊന്നുമില്ല, അന്നും കുഴപ്പമില്ല. ശ്രുതി കുറച്ചും കൂടെ ശ്രീരാജ് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇതിങ്ങനെ നമ്മൾ കുറേ സസ്റ്റൈനൊക്കെ ഉള്ളപ്പം കുറേയും കൂടെ പെർഫെക്റ്റായിട്ട് പിടിച്ചോണം. അപ്പോൾ മോനെ നന്നായിരുന്നു. ഇപ്പോൾ അതൊന്ന് പാടിക്കുക, പല്ലവി ഒന്ന് പാടിക്കുക, ജസ്റ്റ് ചുമ്മാ പാടിക്കുക. കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ. ആ മുളം കണക്ട് ചെയ്യുന്നത് മോൻ എപ്പോഴും അങ്ങനെ തന്നെ ആ ബെൻഡോടെ പാടണം. നമ്മൾ നിർത്തിയാലും കാട്ടിലെ പാഴ്മൂളം തണ്ടിൽ എന്നാ പാടാം. മുളം തണ്ടിൽ എന്ന് പാടരുത് കേട്ടോ. അവിടെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അത് ബെൻഡ് ഉണ്ടാവണം. പിന്നെ ആനന്ദകാരിണി. ആനന്ദകാരിണി കാരിണി ധാരിണി അമൃതഭാഷിണി അമൃതഭാഷിണി അതൊരു എന്നുള്ളതുപോലെ നമുക്ക് തോന്നണം. ഭാഷിണി. പിന്നെ എന്തോ ഒന്ന് വായുകുളിയെ മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നണം അതൊരു സൈക്കിൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നണം. ധരണ ഗാനവി അതുപോലെ മോഹിനി അതും ഉണ്ടാവണം. വന്നാലും അതൊക്കെ കൃത്യമായിട്ട് പാടിക്കണം കേട്ടോ. പിന്നെ ഏതായിരുന്നു അടുത്ത ചരണം മോനെ? രണ്ടാമത്തെ ചരണം എന്തായിരുന്നു? മന്മനോവീണ നീ ശ്രുതി ചേർത്തൊരു ചേർത്തൊരു തന്തിയിലാകവേ തുരുമ്പ് വന്നു. ആ തുരുമ്പ് വന്നതിലൊക്കെ കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കി കളയണം കേട്ടോ. പിന്നെ ദർശന ലേഖ തരുമോ അതെങ്ങനെയാണ്? ആ ഒരു ഇത് ഗമകം പാടുന്നത് എങ്ങനെയാണ്?
മധുര മധുരമാദർശന ലഹരി തരുമോ അങ്ങനെ അത് ഇങ്ങനെ നിൽക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ഗുണമില്ല. അപ്പം അതിനൊരു ഗും വേണം, ഇല്ലെങ്കിൽ അത് ചിൽന്നങ്ങായിപ്പോ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? പറയൂ ശ്രീരാജേ. അത്ര എഫക്റ്റ് ആവില്ല. ഗും വേണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നന്നായിട്ട് നല്ല രസം ഉണ്ടാവണം. അല്ലെങ്കിൽ ചിൽന്നായിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത്ര രസം ഉണ്ടാവില്ല. അല്ല, ശ്രീരാജ ആ പാട് നല്ല ചിൽന്ന് പാടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ പ്രയോഗിക്കുന്ന സ്ഥലം പോലിരിക്കും ഇങ്ങനെയുള്ള സൗണ്ടുകളുടെ അർത്ഥം വരുന്നത്. കേട്ടോ, ഞാൻ ചുമ്മാ ഇരുന്ന് വായി തോന്നിയെന്ന് പറയുന്നത്. ഇന്ന് വേറെ എങ്ങനെ പോയി പറയരുത് കേട്ടോ. പേറ്റന്റ് ഉള്ളതാ, പേറ്റന്റ്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ കറുപ്പുടുപ്പിട്ട് ഇത് പാടാനുണ്ടായ ചേതോവികാരം എന്താണ്? ദാസേട്ടൻ്റെ പാട്ട് വെള്ളയും വെള്ളയായിരുന്നേ കുറേ കൂടെ ശോഭിക്കത്തില്ലായിരുന്നു. അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ഇതിട്ടത്. പിന്നെ ഇതേ കിട്ടിയുള്ളൂ. എന്താണ്? ഒരു നല്ല ഡ്രസ്സാന്ന് തോന്നി അപ്പൊ ഇട്ടതാ. ഒട്ടും നല്ലതല്ല, ഇറ്റ്സ് വെരി ബാഡ്. നല്ല രസമുണ്ട് ശ്രീരാജ. എന്റെ വയറ് അതിനകത്ത് കൊള്ളുമായിരുന്നേ ഞാൻ ചോദിച്ചു മേടിച്ചേനെ കേട്ടാ. നന്നായി, മൊത്തത്തിൽ എനിക്ക് കുറേ ഇഷ്ടമായി ശ്രീരാജ് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അടുത്തതായിട്ട് വി ഹാവ് ആൽഫോൻസ് സർ. ശ്രീരാജ്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കാരണം ഇത് ഇവിടെ പാടി കേൾക്കുമ്പോൾ അറിയാം, കഴിഞ്ഞ പല റൗണ്ടുകളിലും ശ്രീരാജ് പാടിയ പാട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ പെർഫോമൻസ് ശരിക്കും നന്നായി ഒരുങ്ങി, നന്നായി പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് ഒന്നുകൂടി റിഫൈൻഡ് ആകണം തോന്നി ചില സംഗതികളുടെ ഇത്. മന്മനു വീണിൽ ആ പോർഷനിൽ ചില ഭാഗങ്ങളിൽ അവിടെയും ആ ഒരു കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. രത്നകിരീടമൊക്കെ വളരെ രസമായിട്ട് വന്നു. ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടമായി പാടിയത്. നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു ഏറ്റവും ടൈറ്റായിട്ട് നിൽക്കുന്ന ഏറ്റവും ഒരു ഫൈനലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നന്നായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. മഹതി മാം. ശ്രീരാജ്, വെരി നൈസ് പെർഫോമൻസ്. താങ്ക് യു മാം. ഒത്തിരി സീരിയസ്നെസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഫോക്കസ് ഉണ്ടായിരുന്നു. റിയലി പെയ്ഡ് ഓഫ്. ആ ഒരു ഫോക്കസ് ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. ബിഗിനിങ് തൊട്ട് തന്നെ ശ്രീരാജിൻ്റെ എന്താ പറയുക, ഒരു ഇൻവോൾവ്മെൻറ്റ് ടുവേർഡ്സ് എ സോങ് വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ. ആൻഡ് എനിക്കും ആ നിനക്കായി വിളിക്കുന്നു അത് ഒന്ന് ആ ഷൺമുഖപ്രിയയിലൊന്ന് എത്തിച്ചേരാൻ ഒരു ചെറിയ ഓഫ് ഫീൽ അതിലുണ്ടായിരുന്നു, ആ വിളിക്കുന്നു എസ്പെഷ്യലി. ഓക്കെ. പക്ഷേ ഫ്രം ദെയർ ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് അഗൈൻ ശ്രുതി ചേർത്തൊരു ദ സെക്കൻഡ് ചേഞ്ച് ഓവർ ആ പോർഷൻസ് വാസ് ലിറ്റിൽ ഓഫ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, മധുരം ആ ഫാസ്റ്റ് പോർഷൻസ് പാടുന്ന അവസാനം പാടുന്ന ആ പോർഷൻസിൽ ശ്രീരാജിന് നല്ലൊരു ത്രോ ഉണ്ടായിരുന്നു. ആ ത്രോ ഇത്രയും കൂടി വേണമെങ്കിൽ പല്ലവിലും കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. ഓക്കെ. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. വെരി മെലോഡിയസ്, വെരി സ്വീറ്റ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു സംഗീതീസിനൊക്കെ. ആ ഇടയ്ക്ക് വന്ന ബ്രിഗാസൊക്കെ അടിപൊളിയായിട്ട് വീണു. ഓക്കെ, വെരി നൈസ്. സോ ഇത്തിരി ഒരു 2% മോർ ത്രോ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് അതർവൈസ് റിയലി എൻജോയ്ഡ്. അൽഫോൻസേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയുക, ഒരു വിഗർ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ആൻഡ് അഗ്രവേഷൻ എല്ലാം, it's all definitely necessary because you're gearing up towards the finals. So all the best to you. Good performance. Keep it up. Thank you. Thank you ma'am and thank you all the judges. അപ്പോൾ ശ്രീരാജ് ഈ ഒരു സെഗ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ട് ഇത്ര മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ. അത് നമുക്ക് മാർക്സ് കേൾക്കാം. ശരത് സർ. ശ്രീരാജേ, സർ എത്ര മാർക്ക് വേണം? സാർ പറഞ്ഞു ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട്. ഫസ്റ്റ് ആണെന്ന് ആര് പറഞ്ഞു? അങ്ങനെയല്ല, ഇന്നത്തെ ഫസ്റ്റ് പെർഫോമൻസ് ഒന്നുമല്ല. എത്ര ഒരു 1.5 ലക്ഷം പാട്ടോളം പാടി ഇവിടെ വന്നിട്ട്. ഇനി അതൊന്നും ഉടായ്പൊന്നും പറ്റത്തില്ല. പറഞ്ഞോളൂ.
പറയൂ ശ്രീരാജ്. 22. ഏ? 22. നീ എനിക്ക് അത്രേ മാർക്ക് ഇട്ടിട്ടുള്ളൂ. അല്ല, പറയൂ. 23. അടുത്തെത്തിയോണ്ട് കുഴപ്പമില്ല. 23.5. താങ്ക് യു സർ. അൽഫോൻസ. ഞാനായിട്ട് കുറയ്ക്കണില്ല. 23.5. താങ്ക് യു സർ. മഹതി മാം. 23.5. താങ്ക് യു. മഹതി മാമിന് 23.5. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും നല്ല പോയിന്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് കംസ് ടു എ ടോട്ടൽ ഓഫ് 70.5 ഔട്ട് ഓഫ് 75. ആൻഡ് അത് വളരെ നല്ല സ്കോർ അല്ലേ? അതെ അതെ. ഇനിയും നല്ലതായിട്ട് പെർഫോം ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റ്? യെസ്. ഇനി 2 സോങ്സും കൂടെ ഉണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ, ദി ഫിനാലേക്ക് എത്തുന്നതിന് വരെ. സോ ഐ എം വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് നല്ലതായിട്ട് ഇനിയും പ്രാക്ടീസ് ചെയ്യൂ ആൻഡ് ഗിവ് ഇറ്റ് ബെറ്റർ ദെൻ യുവർ ബെസ്റ്റ്. ആൻഡ് നന്നായിട്ട് ചെയ്യട്ടെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി അടുത്ത 2 പെർഫോമൻസിന് മുന്നേ ലെറ്റ്സ് ടേക്ക് എ സ്മോൾ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ഇപ്പൊ നമ്മൾ കേട്ടത് ശ്രീരാജിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അടുത്തതായി നമുക്കൊപ്പം ഉള്ളത് ലക്ഷ്മിയാണ്, നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് AR റഹ്മാന്റെ മെലോഡി സോങ് ആയിട്ട്. സോ ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി ഓൺ ടു ദ സ്റ്റേജ്. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഫൈനൽ സ്റ്റേജിലാണ്. ഇതിലെൻ്റെ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് AR റഹ്മാൻ മെലോഡിയസ് റൗണ്ടാണ്. ഇതിൽ ഞാൻ പാടുന്നത് സംഗമം എന്ന മൂവിയിലെ നിത്യശ്രീ മഹാദേവൻ പാടിയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള സൗഖ്യമ്മ കണ്ണേ സൗഖ്യമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എല്ലാവരും കാണുക, പ്രാർത്ഥിക്കുക. വിഴികളിൽ നടനമിട്ടായി പിൻപ് ഇതയത്തിൽ ഇറങ്ങി വിട്ടായി മെല്ലെ മെല്ലെ എൻ ഉയരെ പറിത്തു മനതെ തഴുവും ഒരു അമ്പാനായി, മനതെ തഴുവും ഒരു അമ്പാനായി, പരുവം കൊത്തിവിട്ട പറവയ്യാനായി, പരുവം കൊത്തിവിട്ട പറവയ്യാനായി, ജനുതതി 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 സലങ്കയും ഏങ്കുതി അത് കിടക്കട്ടും നീ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ സൗഖ്യമാ.
സൗഖ്യമാ കണ്ണേ സൗഖ്യമാ തനതോം തധീം തതോം തധീം തനതനതോം തനതോം തനതനതോം തനതോം തകുതികു തനതനതോം തനതോം തനതോം തോം തതീം തീം തതോം തോം തതീം എന വിഴികളിൽ നടനമിട്ടായി പിൻപ് ഇറയത്തിൽ ഇറങ്ങി വിട്ടായി മെല്ലെ മെല്ലെ എന്നുയിരെ പറിത്തു മനതെ തഴുവും ഒരു അമ്പാനായി മനതെ തഴുവും ഒരു അമ്പാനായി പരുവം കൊത്തി വിട്ട പറവയ്യാനായി പരുവം കൊത്തി വിട്ട പറവയ്യാനായി ചെറുതതി 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 സലങ്കയും ഏങ്കുതി അത് കിടക്കട്ടും നീ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ 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 ലക്ഷ്മി ഇപ്പൊ പാടിയത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗം സിനിമയിലെ സൗഖ്യമാ കണ്ണയാണ്. ഈ ഒരു പാട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്താ? എനിക്ക് റഹ്മാൻ സാറിൻ്റെ കുറേ പാട്ടുകളിൽ ഇത് നല്ലൊരു ഫേവറേറ്റ് സോങ് ആണ് എൻ്റെ. അത് കാരണത്ത് ബ്യൂട്ടിഫുള്ളി ട്രഡീഷണലി ഡ്രസ് ചെയ്തിട്ടും വന്നിരിക്കണേ. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. Now let's see what the judges have to say. ആദ്യമായിട്ട് ശരത് സർ. ലക്ഷ്മി, എന്ത് തോന്നി ലക്ഷ്മിക്ക്? പാടിയതുപോലെ തോന്നി അല്ലേ? പറയൂ, പാടി കഴിഞ്ഞിട്ട് എങ്ങനെ തോന്നി? കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. അത് ശരിയാണ്, ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റാണ്. കുറച്ച് ഏരിയകൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാര്യം നമുക്കിത് ഇപ്പോൾ ഒരു കറക്ഷൻ എഴുതാനും പറ്റത്തില്ല. കാര്യം 1212 സൗഖ്യമാ ഉണ്ട്. ഇതിനകത്ത് ഏത് സൗഖ്യമാ പോയാൽ നമ്മൾ എഴുതും? അത്ര കണക്ക് ഞാൻ വീക്കുവാണ്. അതാണ് നാട്ടുകാർ ഈ ജഡ്ജ്മെൻറ്റ് കേൾക്കുന്നിട്ട് എന്നെ എടുത്തിട്ട് വീക്കും. എന്തൊക്കെയാലും എൻ്റെ സൗഖ്യമാ കുറേയും കൂടെ ശരിയാക്കാറ്. ഫസ്റ്റ് പല്ലവിയിൽ എന്നെന്ന് പറഞ്ഞാൽ അതിന് കൂടെ വരുന്ന സാധനം. പിന്നെ ഈ തിരു അതെന്താണ് വായി വരാത്തത്? എന്താണ് സംഭവം? വായി കിട്ടുന്നില്ലെന്നാണ്. അത് പറയൂ, എന്തുകൊണ്ടാണ് ലക്ഷ്മി പറഞ്ഞേ? എന്തിരി പറഞ്ഞ് കുറച്ച് ക്ലാരിറ്റി ഒരു 8 വട്ടം പറയൂ. തിരുതിരി അല്ല, മഹതി പറഞ്ഞ് ലൂസായിട്ടങ്ങ് പറ. പറയട്ടെ, 8 ഞാൻ പറഞ്ഞു, ഇത് 4 ആയോ? ആ, അതാ പറഞ്ഞു. പറയൂ. തില്ലാനൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ എങ്ങനെ പറയും? നാദ്രധീം തനനതോം എങ്ങനെ പറയും? നാദ്രധീം എന്ന് പറഞ്ഞ അങ്ങനെ അല്ലേ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. പറയണം. നന്നായിട്ട് പല്ല് തേക്കുന്ന കുട്ടിയാണല്ലോ ലക്ഷ്മി. എന്ത് പറ്റി? നാക്കൊക്കെ പഠിക്കാറുണ്ടോ? അല്ല, പറഞ്ഞോ, ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മൾ നാക്ക് പഠിക്കുന്നത് നമുക്കൊരു എന്താ പറയണ്ടത്, പ്രൗഡായിട്ട് പറയേണ്ട കാര്യമാണ്. പലരും ചെയ്യാറില്ല, അതുകൊണ്ടാണ്. പറയൂ. ആ, നന്നായിട്ട് നാക്ക് പഠിച്ചാൽ ഇതൊക്കെ വരുമെന്ന് പറയും. പക്ഷെ അത് നാക്ക് പഠി ഇതായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിക്കുക എന്ന് പറഞ്ഞ് പല്ല് താക്കാതിരിക്കരുത് ദേവി കേട്ടോ. പിന്നെ അത് ലക്ഷ്മി ലോ പോർഷൻ വരുമ്പോഴത്തേക്ക് ഒന്നും കേൾക്കാനില്ല. അതെന്താണ്? അത് നാക്ക് പഠിക്കാത്തതുകൊണ്ടാണോ? ലക്ഷ്മി മനസ്സിലായോ? ആ പോർഷൻ ഒന്ന് പാടിക്കേ. കാര്യം ആ വെലോസിറ്റി വല്ലാണ്ടൊരു ജെർക്കുണ്ട് മുകളിൽ പാടുന്നതിന് ഇവിടെ പാടുന്നതിന്. മനതെ തഴുവും ഒരു അമ്പാനായി മനതെ തഴുവും ഒരു അമ്പാനായി
ഒരു അമ്പാനായി. അമ്പൊക്കെ അങ്ങ് വമ്പായി. അപ്പൊ അത് ലക്ഷ്മി നോക്കണം. കാര്യം മറ്റു ഫുൾ പവറിൽ പാടുമ്പോൾ താഴെ പാടുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കണം. ലക്ഷ്മി കിടന്ന് അലറിയാൽ താഴെ ശബ്ദം നമുക്ക് കിട്ടത്തില്ല, മനുഷ്യരല്ലേ. അപ്പൊ അതൊന്നും നോക്കിക്കോളാം. നമ്മുടെ ശരീരത്തിനെ പറ്റി നമുക്കല്ലേ അറിയാം. ശരീരമല്ല, ശാരീരത്തിനെ പറ്റി അല്ലേ. പിന്നെ അതാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഫസ്റ്റ് ഒരെണ്ണം വാവനും പോത് ഫസ്റ്റ്, അതും കുറേ ഉണ്ട്. വാവനും പോത് അതും ശരിയായിക്കൊള്ളുക. പിന്നെ തുണ്ടുപല്ലുകളുള്ള സൗഖ്യമായി ഇടയ്ക്കുള്ള അത് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ടഫാണ് മോളെ പാടാൻ. അത്ര എളുപ്പത്തിൽ പാടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതാരാണ് പാടിയത് പറയും? നിത്യശ്രീ മഹാദേവനാണ് പാടിയത്. ആണോ? ശരി. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? റഹ്മാൻ സർ. അത് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? അല്ല, ഇങ്ങനെ ആക്കിയതിന്റെ അർത്ഥം അതുപോലെ അറിഞ്ഞൂടാന്നാണോ ഇരിക്കുന്നത് എന്നാണോ? അല്ല, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഇന്ന് ആരാണ് എഴുതിയത്? വൈരമുത്തു സർ. അത് ധൈര്യമായിട്ട് പറയൂ. വൈരമുത്തു സർ. നിത്യശ്രീയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു കർണാട്ടിക് മ്യൂസിഷ്യനാണ്. കേട്ടുണ്ടോ? കച്ചേരി കേട്ടുണ്ടോ? കുറക്കെ യൂട്യൂബിൽ നിന്നടുത്ത് കേട്ടിട്ടുണ്ട്. നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല. പാവാണ് നിത്യശ്രീ. നമ്മൾ കുറെ ഷോയിൽ ഞങ്ങൾ ഇരുന്നിട്ടുള്ളതാണ്. വളരെ ഒരു സാധു സ്ത്രീയാണ്. ഇങ്ങനെ ഈ പാടുന്ന പോലെ ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കും, നമ്മളെ പേടിപ്പിക്കുന്നേ ഉള്ളൂ. വളരെ സാധുവാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു ട്രാജഡിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ നിത്യശ്രീ ഒന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാക്സിമം വരട്ടെ, ശബ്ദമൊക്കെ ശരിയാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. മോള് നന്നായിട്ട് പാടിയിട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് സർ, ഈ പാട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെയാണ് പാടാനായിട്ട്, തീർച്ചയായിട്ടും. പിന്നെ അതിൻ്റെ സംഗതികളാണെങ്കിലും സംഗതികളുടെ മാത്രമല്ല, അതിനകത്ത് നല്ല ഭാവമുണ്ട് ശരിക്കും പാടിയതിനകത്തൊക്കെ. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ചില ക്ലാരിറ്റി പ്രശ്നമുണ്ടായിരുന്നു സംഗതികളുടെയൊക്കെ. പക്ഷേ ശരതേടൻ പറഞ്ഞ പോലെ അങ്ങനെ അക്കമിട്ട് നമ്പർ ഇട്ട് പറയാൻ പറ്റില്ല. കാരണം അത് അത്രമാത്രം സംഭവങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. എങ്കിലും ചില ഭാഗങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി പാടി. അത് നല്ല രസമായിരുന്നു. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഒക്കെ വന്നപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ലക്ഷ്മി നല്ലൊരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇച്ചിരി ശ്രുതി മുകളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം തോന്നണത് അല്ലേ. ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ശ്രുതി അങ്ങ് കൃത്യമായിട്ട് പാടാൻ പറ്റും ലക്ഷ്മിക്ക്, പക്ഷെ അത് അങ്ങ് എത്തുമോ എന്നുള്ളൊരു ടെൻഡൻസി ഇതുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു പിടുത്തമുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ. ഒരു കെയർഫുൾ ആവുന്ന ഇത്. അപ്പോൾ അത് സംഗതികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ ഫ്രീ ആയിട്ടുള്ളൊരു മൂഡ് തോന്നിയില്ല. പക്ഷെ പാടി, നന്നായിട്ട് പാടി. പിന്നെ ലക്ഷ്മിയെ ഇപ്പം നമ്മളുടെ ഒരു റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ടുവേർഡ്സ് ദി എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു ശ്രദ്ധ വെക്കണം എന്നുള്ളത് മാത്രം ഞാൻ പറയുക കേട്ടോ. നന്നായിട്ടുണ്ട്, സാരിയൊക്കെ നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സാരി എടുക്കണത് ഇവിടെ? കുറേ എടുത്തിട്ടുണ്ടല്ലേ? ഞാനത് ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ശരിക്കും പറഞ്ഞു. All the best. God bless you. Thank you, Alfonso. Mahati ma'am. Lakshmi, very nice singing, Lakshmi. Keep it up. നല്ല ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് പാടാൻ. ഇതിൻ്റെ മലയാളം വേർഷൻ ഞാനാണ് പാടിക്കുന്നത്. സോ ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് വാസ് ടു റീഡു ദ സോങ്. ഒത്തിരി എന്താ പറയുക, ഒത്തിരി സംഗതീസ് ഉണ്ട്. ദ ടെമ്പോ ഇസ് വെരി വെരി ട്രിക്കി. റെക്കോർഡിങ്ങിൽ പാടാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ബിക്കോസ് ലോട്ട് ഓഫ് സ്റ്റഫ് ഹാപ്പനിങ്. ഇത്രയും ചെറിയ സ്ഥലത്ത് കുറുകുര എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും. സോ ഓൺ സ്റ്റേജ് ഇത്രയും പാടിയത് ഇസ് എ ബിഗ് ഡീൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു അറ്റ് ദിസ് മൊമെന്റ്? ഇത്രയും നല്ല കമന്റ്സ് കേട്ടിട്ട്, ഇത്രയും ഒരു ഡിഫിക്കൽട്ട് സോങ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് പാടിയില്ല, എന്താ തോന്നുന്നത് ഇപ്പോൾ? കുറേയധികം കറക്ഷൻസ് അവർ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് മാർക്സ് കേൾക്കണ്ടേ? ഓൾറൈറ്റ്, ശരത് സർ. ലക്ഷ്മി സർ, ഇപ്പൊ എന്ത് തോന്നുന്നു ലക്ഷ്മി? പറയൂ. ഞാൻ മാർക്ക് പറയുമെന്ന് തോന്നുന്നു, പറയത്തില്ല എന്ന് തോന്നുന്നു? മാർക്ക് പറയൂ. പറയത്തില്ല. ഫുള്ളാണോ? എന്ത് വെള്ളമടിച്ച കാര്യമാണോ ചോദിച്ചത്? ഫുള്ളാണോ വിചാരിച്ചു തോന്നുന്നു. അത് എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഇച്ചിരി ഫിറ്റാന്ന്. അങ്ങനെ ഞാൻ മാർക്ക് പറയാം.
അപ്പൊ ലക്ഷ്മി എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു? 21. പക്ക 23 മാർക്സ്. Alfonso. 22.5. Thanks. Thank you. Mahati ma'am. Definitely, I want to motivate you, giving you 23 marks. Thank you. നല്ല മാർക്സ് അല്ലേ? അപ്പൊ ടോട്ടൽ എത്രയാ? കാൽക്കുലേഷൻ കറക്റ്റ് നോക്കാം. 68.5. So the total is 68.5 out of 75. ആൻഡ് ഇനി അടുത്ത 2 സോങ്സും കൂടെ ഉണ്ട് ഈ ഫൈനലിലേക്ക് എത്താനായിട്ട് മുന്നേ. ഇതുമാതിരി എല്ലാ ചെറിയ ചെറിയ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തകർപ്പൻ പെർഫോമൻസിലൂടെ കം ബാക്ക്. സോ താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്റ്റാറിലേക്ക് ഇനിയും ഒരു നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷേ അതിനു മുന്നേ യു ഗൈസ് നീഡ് ടു സ്റ്റേ ട്യൂൺ ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എ സ്മോൾ ബ്രേക്ക്. വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാം സൂപ്പർ സ്റ്റാർ. നമ്മളിപ്പോൾ കേട്ടത് 2 ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ഒരെണ്ണം യേശുദാസ് സാറിൻ്റെ നല്ല അവാർഡ് വിന്നിംഗ് സോങ്ങും മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ AR റഹ്മാന്റെ മെലോഡി സോങ്ങും കൂടെ കേട്ടു. അടുത്തത് നമുക്ക് എല്ലാവർക്കും പെപ്പപ്പ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂവി സോങ് ആയിട്ട് വരുവാണ് ദിൽരാജ്. സോ ലെറ്റ്സ് വെൽക്കം ദിൽരാജ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് വ്യൂവേഴ്സ്, ഞാൻ സൂപ്പർ സ്റ്റാറിൻ്റെ ഫൈനൽ സ്റ്റേജിൽ പാടാൻ പോകുന്നത് ആദ്യമായിട്ട് 80s 90s ഹിന്ദി ഫാസ്റ്റ് റൗണ്ടിലാണ്. ഞാൻ പാടാൻ പോകുന്നത് ബപ്പി ലഹരി സർ പാടിയ യാദ് ആ രഹാ ഹെ എന്ന പാട്ടാണ്. ഡിസ്കോ ഡാൻസർ എന്ന മൂവിയിലാണ് ഈ പാട്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. याद आ रहा है तेरा प्यार, याद आ रहा है तेरा प्यार। कहा हम कहा तुम हुए तुम कहा गुम, अभी जाए एक बार। ओ याद आ रहा है तेरा प्यार। कहा हम कहा तुम हुए तुम कहा गुम, अभी जाए एक बार। ओ यार आ रहा है तेरा प्यार। यारो मैं तो यहाँ जीता रहा सारे गम दिल के भुला के, तू जो नहीं क्या है यहाँ ए दिल। मैं वही तू वही है ये दुनिया के मेले, पिछड़े वो दिन जाने कहाँ। ओ याद आ रहा है तेरा प्यार। कहा हम कहा तुम हुए तुम कहा गुम, अभी जाए एक बार। ओ याद आ रहा है तेरा प्यार।
वो ही है ये दुनिया के मेले, बिछड़े वो दिन जाने कहाँ, रूठे सब यहाँ जाने कहाँ रह गए हम तो अकेले, तू जो नहीं क्या है यहाँ। ओ यार आ रहा है तेरा प्यार, कहाँ हम कहाँ तुम हुए तुम कहाँ गुम, अभी जा एक बार। ओ यार आ रहा है तेरा प्यार। वादा रहा था कि मैंने तेरे लिए जिंदगी लुटाऊं, तू मेरा दिल तू मेरी जान, जीना जीना मेरा जीना यही तेरे लिए जिंदगी लुटाऊं, तू जो नहीं क्या है प्यार, कहाँ हम कहाँ तुम हुए तुम कहाँ गुम, अभी जाए एक बार। ओ यार आ रहा है तेरा प्यार। ഡിസ്കോ ഡാൻസർ ഇതിന് സോങ് ചൂസ് ചെയ്ത് അതേപോലെ തന്നെ കേട്ടായിരുന്നു. നല്ല കാഷ്വൽ ആയിട്ട് നല്ല ബിന്ദാസ് ആയിട്ട് നല്ല റോക്കിംഗ് ആയിട്ട് നല്ല പെർഫോം ചെയ്തു തോന്നുന്നില്ലേ? അല്ലേ? എസ്പെഷ്യലി ഫ്രണ്ടിലേക്ക് പോയിട്ട് എല്ലാ ആൾക്കാരെയും ചിയർ ചെയ്യുന്ന റിയൽ സ്റ്റേജ് ഷോയിൽ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെയാണ് പെർഫോം ചെയ്തത്. ഐ റിയലി എൻജോയ്ഡ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ജഡ്ജസിന് എന്താ പറയാനുള്ളത്. ശരത് സർ. കേരളത്തിൽ പെർഫോം ചെയ്യാൻ എനിക്ക് ഇഷ്ടമായി. അത് എനിക്കിട്ട് താങ്ങിയതല്ലേ ദിൽരാജ്. നല്ല രസമുണ്ടായിരുന്നു മോനെ. ഒരു മൊത്തത്തിലൊരു എന്താ പറയണ്ട ഒരു ഓളം ഉണ്ടായിരുന്നു കേൾക്കുന്നവരുടെ തലയ്ക്കും. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു ഗും ഫീൽ ചെയ്തില്ല മോനെ. ഇപ്പോൾ പാടിയതിൽ ആ ഒരു ബോഡി ശക്തിയല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു നമുക്ക് ചിലതൊക്കെ പറയാനും ചിലതൊക്കെ വരച്ച് കാണിക്കാനും ചിലതൊക്കെ പാടി കാണിക്കാനും പറ്റും. ഇതൊക്കെ പറ്റാത്തൊരു ഐറ്റം ഉണ്ട്. ഗുങ്കുമാതി തൈലം എന്നൊക്കെ പറഞ്ഞ പോലെ അതിനൊരു അത് കുറച്ചും കൂടെ എന്താ പറയുക, അത് കുറേ കൂടെ പാട്ടിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയില്ലയോ എന്ന് എനിക്ക് തോന്നി. ഇവിടം വരെ മോൻ പാടുന്നത് ഒക്കെ ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റ്, ശ്രുതിയൊക്കെ പെർഫെക്റ്റായിട്ട് പാടുന്നുണ്ട്. ഇവിടം വരെ വന്ന് ആളുകളെയൊക്കെ വിളിച്ചു, അവരുടെയൊക്കെ കൈയടിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങിയിരുന്നവരുടെയൊക്കെ കൈയടിപ്പിച്ചു. അതൊക്കെ വെച്ച് കൊള്ളാം. പക്ഷേ മോനെ അത് പാടിയതിന് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ ഈ പാട്ട് അങ്ങനെ പാടി അങ്ങനെ ഇപ്പോൾ ശ്രുതി വലുതായിട്ട് ചേർന്നില്ലെങ്കിലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു നമ്മുടെ ഈ അതിനുപരി ഒരു ഐറ്റം ഉണ്ട്, ഒരു ഹിഡൻ സാധനമുണ്ട് എല്ലാ പാട്ടുകൾക്കും. അപ്പം മോനത് കുറച്ചും കൂടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ. പാടിയത് യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ കണ്ടപ്പോൾ അതില് എനിക്ക് സിനിമ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതിൽ വെച്ചിട്ട് പുള്ളി വിഷമം കൊണ്ട് ഒരു ഷോ ചെയ്യുന്ന പോലെയാണ്. അങ്ങനെ ലിറിക്സും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോ അധികം എന്നാ മോൻ കരയായിരുന്നു. ഞങ്ങൾ മൊത്തത്തിൽ കരഞ്ഞു തരായിരുന്നു. അങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ വിഷ്വലും കണ്ട് വിഷമം പിടിച്ചിട്ട് കാശില്ലാതെ പട്ടിണിയുടെ വക്കിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാടുകയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ,
നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് ഒരു പാട്ട്? ഇപ്പോൾ ലിറിക്സ് ഒക്കെ വിടും, മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ലാംഗ്വേജിലെ പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്കൊരു വികാരം ഉണ്ടാവും മനസ്സിൽ, അല്ലേ? അതെന്താണ് മോൻ ഈ പാട്ട് കേട്ടപ്പോൾ കിട്ടിയ എന്താണ്? മൂക്കള പിഴിയലാണോ അതോ സന്തോഷമാണോ? സന്തോഷം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ഗുമ്മാണ്. ഇപ്പം നമ്മൾ ക്യാരക്ടർ അവൻ അഭിനയിക്കാനൊന്നും പറയുന്നില്ല. അത് മോൻ അത് ഈ പാട്ടിൻ്റെ ഒരു ജീവൻ എവിടെയോ കിടപ്പുണ്ട്, ഒരു ഐറ്റം കേട്ടോ. അത് വിഷ്വൽ അവരെന്തുകൊണ്ടോ ചെയ്തിട്ടോ, അത് സന്തോഷം. അത് കാണാൻ പറ്റിയല്ലോ മോൻ, അതിൽ കുറേ സന്തോഷം കേട്ടോ. അപ്പം അത് കുറച്ചും കൂടി ഈ പാട്ടിൻ്റെ ഒരു ഗുമ്മില്ലേ, അത് കുറച്ചും കൂടെ മോനെ ഒപ്പിയെടുക്കാമായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ ഗും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേറെ ചിലതിനൊക്കെ പറയാൻ പറ്റില്ല. കാര്യം ഈ പാട്ടെന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലസ്റ്റ് പാട്ടാണ്, ഒന്നുമില്ലല്ലോ. അത്രേ ഉള്ളൂ, അതിനകത്ത് ഒരു ഐറ്റങ്ങളും ഇല്ല. എന്നാ ഒരു ഐറ്റം നമ്പരുവാ. അപ്പോൾ വെറുതെ മനസ്സിലാക്കേണ്ട ആ ഒരു എന്താ അതിന് പറയേണ്ട വാക്ക്, അതിനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ഗുംഗും. എടാ ചെക്ക, നിനക്ക് ആ ഗുംഗും ഒന്നുകൂടെ വരുത്തായിരുന്നു കേട്ടോ മോനെ, അതേ ഉള്ളൂ. അപ്പം അത് കാര്യം ദിൽരാജിനെ കൊണ്ട് പറ്റും. കാര്യം അവന് എന്താ പറയുക, ഈ സ്റ്റേജ് ഷോ ചെയ്യാനും ഗിറ്റാറൊക്കെ വെച്ച് ഓരോ നമ്മുടെ ഇവിടെ കലക്കിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വികാരമുള്ള ജീവിയാണ്, വികാരജീവിയാണ്. അപ്പോൾ മോനത് കുറച്ചും കൂടെ എന്താ പറയുക, അതിലേക്ക് എന്താ പറയുക, ആ ഒരു പാട്ട് മൊത്തം കേൾക്കുമ്പോൾ ഒരു സുഖം നമുക്ക് കിട്ടണം കേട്ടോ. അത് മനസ്സിലാക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അൽഫോൻസോ. ദിൽരാജ് സർ, ഞാൻ സെയിം സംഭവം തന്നെ എഴുതി വെച്ചിരിക്കണേ. അതായത് ദിൽരാജ് വളരെ അക്യുറേറ്റ് ആയിട്ട് പിച്ചിലാണ്, നല്ല കറക്റ്റ് പിച്ചായിരുന്നു പാടി തുടങ്ങിയപ്പോഴൊക്കെ. വളരെ യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ല, സ്ട്രെയിറ്റ് എല്ലാ ഇതുകളും ഉണ്ട്. അതുപോലെ തന്നെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റേജിൽ ചെയ്യുന്നുണ്ട്. ഒരു പെർഫോമർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ആസ്പെക്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ മുഖത്ത് ആ ഒരു പ്രസന്നത, ഇതിപ്പോൾ ആ സീൻ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പുറകിലുള്ളൊരു വികാരം മനസ്സിലായത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവമൊക്കെ ശരിയാണ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാണ്. നമ്മൾ അതിൽ നിന്ന് ആ പാട്ടിൻ്റെ എന്താണ് അതിൻ്റെ കഥ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നുള്ളതാണ്. പക്ഷേ നമ്മൾ യു ആർ പെർഫോമിങ് ടു എൻ ഓഡിയൻസ്. ആ ഓഡിയൻസിനൊന്നും ഈ കഥയെന്ന് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു ഗാനമേള ഗ്രൗണ്ടിൽ വന്നിരുന്നിട്ട് നമ്മളിതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അമ്മമാർ കൂവി എന്തെങ്കിലുമൊക്കെ വലിച്ചെറിയും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് മോശമായിട്ടല്ല പറയണേ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരിലേക്ക്, എന്തെങ്കിലും ഒരു എനർജി കൊടുക്കണം. ഈ പാട്ട് ചെറിയൊരു ശോക ഛായ അതിൻ്റെ അകത്ത് ലിറിക്കിലൊക്കെ ഉണ്ടാകുമായിരിക്കാം, സിറ്റുവേഷനിലുണ്ടായിരിക്കാം. പക്ഷേ ഈ പാട്ടിനകത്ത് ഒരു എനർജി ഉണ്ട്. മ്യൂസിക് ആസ് സച്ച് ഇത് ആദ്യമായിട്ട് ഒരു ഭാഷയൊന്നും അറിയാത്ത ഒരാൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണിക്കണം. ഒരു പക്ഷെ നമ്മൾ വലിയ ദുഃഖം കാര്യങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ഒരു ചിരി മതിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ, ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ. അല്ല, ജസ്റ്റ് ഒരു സ്മൈൽ മുഖത്ത്. ഭയങ്കര എന്തോ ഇന്നലെ ഉറപ്പുളച്ചായിരുന്നു ഇല്ല പക്ഷെ എന്തോ ഒരു ഭാവം ഇങ്ങനെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ പാടുന്നതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതി വെച്ച്, എന്താ പറയുക, ലൈഫ് കുറച്ചുകൂടെ ആകാമായിരുന്നു വോയിസിൽ. യു ആർ ഡൂയിങ് സോ മെനി തിങ്സ്, ബട്ട് അത് ഇങ്ങോട്ട് എത്തുന്നില്ല, നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരാത്ത പോലെ. എന്നാൽ മ്യൂസിക്കലി പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. പിച്ചെല്ലാം കറക്റ്റായിട്ട് പാടുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഗും എന്താണെന്ന് നമ്മളൊന്ന് കണ്ടെത്തണം ആദ്യം. എന്നിട്ട് അതിനെ കേട്ടോ. ഇവിടുത്തെ എനിക്കൊന്ന് പെർഫോമിങ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും ഫൈനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ദിൽരാജ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സൂപ്പറായിട്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം. ദിൽരാജ് ഇങ്ങനത്തെ ഒരു ഡിസ്കോ സോങ് അങ്ങനെയൊക്കെ വരുമ്പോൾ ദിൽരാജിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഒന്ന് കൂടും നമുക്ക്, റൈറ്റ്? ബിക്കോസ് ഇങ്ങനെ റോക്ക് ഓൺ റൗണ്ട് ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആൻഡ് വെസ്റ്റേൺ സോങ്സ് റൗണ്ട്. ആസ് ഇൻ യു ഹാവ് എ ബ്ലാസ്റ്റ് ഓഫ് എ പെർഫോമൻസ് ഇൻ എവറി റൗണ്ട്, റൈറ്റ്? സോ including your classical kriti wherein rest of the other contestants had a bit of problems, but Dilraj you managed it. So Dilraj vannu nikkumbotthekkum oru energy nammal
പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ദിസ് പെർഫോമൻസ് സാഡ്ലി ഞാൻ എഴുതിയിരിക്കുന്ന ഒരേ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, ലാക്ക് ഓഫ് എനർജി. ദാറ്റ്സ് ദ മെയിൻ തിങ്. ദിൽരാജ് എപ്പോഴും എന്ത് പാട്ടായാലും ഇങ്ങനെ തകർത്ത് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. സോ ടുഡേ ആ ഒരു എനർജിയിൽ ഡ്രോപ്പ് ആയിപ്പോയി. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് കെയർ. ഇറ്റ്സ് ഓക്കെ. ഐ തിങ്ക് ആ ഒരു കോൺസെപ്റ്റ് വൈസ് ജസ്റ്റ് ഗോട്ട് കൺഫ്യൂസ്ഡ്. ടേക്ക് കെയർ. യു ഹാവ് അതർ റൗണ്ട്സ് ഓൾസോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നമുക്കിപ്പോൾ എല്ലാവർക്കും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് എനർജി ലെവൽ കുറച്ച് കുറവ് അവർക്ക് ഫീൽ ചെയ്തു. പക്ഷെ ആസ് പെർ യോർ യു വാണ്ടഡ് ടു ലൈക്ക് പോർട്രേ എ ഡിഫറെൻറ്റ് തിങ് അല്ലേ? കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നെക്സ്റ്റ് ടൈം നമുക്ക് എനർജി എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവർ പറയുന്നത് പോലെ തന്നെ നമുക്ക് പൊളിച്ചടക്കാം. ഇനി നമുക്ക് നമ്മൾ 25 ഓരോ ജഡ്ജസിന് എത്ര മാർക്സ് തരാണ്ട് നമുക്ക് നോക്കാം. ശരത് സർ. അപ്പോൾ ദിൽരാജിന് 22 മാർക്സ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. ദിൽരാജിന് 22 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ്. മഹദി മാം. 22 ദിൽരാജ്. താങ്ക് യു മാം. അപ്പോൾ 22 + 22 + 22 is 66. Yes, 66 out of 75 ആണ് നമ്മുടെ ജഡ്ജസ് തന്നിരിക്കുന്നത്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത റൗണ്ട്സിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ 3 ബ്യൂട്ടിഫുൾ സോങ്സ് എല്ലാ ആൾക്കാരും പാടി. ഇനി 3 ബ്യൂട്ടിഫുൾ സോങ്സ് വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിലല്ല, അടുത്ത എപ്പിസോഡിൽ I'm sure all of you are eagerly waiting for that episode. Before that, I'd like to tell all of you all one thing. Your desire for success should be greater than your fear of failure. നമ്മൾ എല്ലാ ഭയത്തിനെയും അതിജീവിച്ചാൽ മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. Saying that, I'd like to wind up with today's episode. I hope all of you all really enjoyed this episode of Superstar. Good night.